കട്ടപ്പന കല്യാണത്തണ്ട് ഭൂവിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 27-ന് കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ ജനങ്ങളുടെ ആധികാരിക രേഖകളുടെ കോപ്പികൾ ശേഖരിച്ചു. കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിലെ 1970 മുതൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള 43 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സർക്കാർ ഭൂമിയെന്ന ബോർഡ് സ്ഥാപിച്ച് റവന്യൂ വകുപ്പ് നടപ്പാക്കുന്നതെന്നും ഈ നീക്കത്തിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് പ്രദേശവാസികൾ. പ്രശ്നപരിഹാര ശ്രമത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകുവാനും മറ്റ് നിയമ നടപടികൾക്കുമായി മേഖലയിലെ കുടുംബങ്ങളുടെ ആധികാരിക രേഖയുടെ പകർപ്പുകൾ സമിതിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ 30ഓളം കുടുംബങ്ങളുടെ രേഖകൾ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന് കൈമാറി. നമ്മുടെ കർഷക കോൺഗ്രസ് നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ജോസേട്ടൻ അതിന്റെ ഒരുമിച്ച് നമ്മുടെ കാര്യങ്ങൾ കുടിയിറക്ക നീക്കം അവസാനിപ്പിക്കുക, വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായ കൃഷിഭൂമിക്ക് പട്ടയം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പിന്തുണയോടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സമരമാണ് 27-ന് കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകും. നമ്മുടെ സ്ഥലത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഇവിടെ അതിക്രമിച്ച് കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെക്കുകയും അതിന് പ്രകാരം നമ്മൾ ആ സ്ഥലത്തേക്ക് കടന്നു വരികയും ആ കടന്നു വന്ന ബോർഡ് പിടിച്ചെറിയുകയും ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടികൾക്ക് നമ്മളെല്ലാവരും നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ പരിപാടിയോട് സഹകരിക്കുന്നു. നാളുകൾ നമുക്ക് സഹകരിക്കണം. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മേഖലയുടെ വിഷയത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടണം. നമുക്ക് ഈ പറയുന്ന ആളുകൾ നമ്മളെ ഒന്നും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പറയുന്ന ആളുകളെല്ലാം നന്നാക്കാൻ കുറച്ച് ആളുകൾ മുമ്പ് പറഞ്ഞറിയോ, കോൺഗ്രസിന്റെ കുറെ ആളുകൾക്കല്ല ഇവിടെ കുറെ ഭൂമിയുണ്ട്, ആ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ വന്നേക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും ഭൂമിയുണ്ടെന്നേ. ഇവിടെ അവരെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പാവങ്ങളായ ആളുകൾ എത്ര പേരുണ്ട്, അവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പം അത്തരത്തിലുള്ള ഓരോരോ രാഷ്ട്രീയ ഗിമ്മിക്ക് കളിച്ചുകൊണ്ട് ഈ പരിപാടി എങ്ങനെ അട്ടിമറിക്കാം, പിന്നെ ഞങ്ങളെല്ലാം ഒരുമിച്ച് സമരം ചെയ്യാന്ന് പറയുന്നത് ഇതിനെ ഒരുമിച്ച് സമരത്തെ ആളുകളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഇപ്പൊ ഇത്തരത്തിലുള്ള കുത്സിതമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. ഇതിലൊന്നും നമ്മൾ വീഴരുത്. തുടർന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ആഗസ്റ്റ് 30-ന് കർഷക മാർച്ചും കൂട്ടധർണയും നടത്തുവാനും തീരുമാനമുണ്ട്. കല്യാണത്തണ്ട് മാളിയേക്കൽ ശിവന്റെ വീട്ടിൽ നടന്ന രേഖകളുടെ ശേഖരിക്കൽ യോഗത്തിൽ ജനകീയ സമരസമിതി ചെയർമാൻ ബിജു ചക്കുംചിറ, കൺവീനർ TC മോഹനൻ, സിജു ചക്കുമൂട്ടിൽ, ബീന ജോബി, ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമളക്കൽ, അരുൺകുമാർ കാപ്പുകാട്ടിൽ, PS മേരിദാസൻ, പൊന്നപ്പൻ അഞ്ചപ്ര, നോബിൾ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പരിപാടികളിലൂടെ തങ്ങളുടെ ഭൂപ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.